വിവാദ മലപ്പുറം പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നടത്തിയ പരാമർശം ഒരു സമുദായത്തിനെതിരെ എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. ഉത്തരേന്ത്യയിൽ പള്ളികളിൽ ടാർപോളിനിട്ടപ്പോൾ ഇവിടെ പള്ളിയുടെ മുറ്റത്ത് പൊങ്കാലയിട്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മലപ്പുറത്തിനെതിരായ വെള്ളാപ്പള്ളിയുടെ കടുത്ത വംശീയ പരാമർശത്തിന് പിന്നാലെയുള്ള സ്വീകരണ പരിപാടി എന്ന നിലയിലാണ് ചേർത്തലയിലെ വേദി രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിച്ചത്. വിവാദ പരാമർശത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറയുമോ എന്നതായിരുന്നു ഏവരും ഉയർത്തിയ ചോദ്യം. എന്നാൽ തള്ളിയില്ലെന്ന് മാത്രമല്ല, രാഷ്ട്രീയ വിമർശനമായി മാത്രം അതിനെ ലഘൂകരിക്കുകയായിരുന്നു. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ്. എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതേസമയം വർഗീയ ശക്തികൾ തക്കം പാർത്തിരിക്കുന്ന കാലഘട്ടമാണിതെന്നും ഉത്തരേന്ത്യയിൽ പള്ളികളുടെ മുന്നിൽ ടാർപോളിനിട്ടപ്പോൾ പള്ളിമുറ്റത്ത് പൊങ്കാലയിട്ട നാടാണിതെന്നും മുഖ്യമന്ത്രി പരസ്യമായി വിമർശിച്ചു. ഇവിടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഹോളി ആഘോഷവേളയിൽ മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഷീറ്റിനാൽ മറക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെ നാട്ടിൽ പൊങ്കാല പള്ളിമുറ്റത്തിടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ വേദിയെ അഭിസംബോധന ചെയ്തത്. കേരളത്തിൽ ഭരണത്തുടർച്ചയ്ക്ക് അനുകൂലമായ കാലാവസ്ഥയാണെന്നും എല്ലാ മതവിഭാഗത്തിലുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മൂന്നാം വട്ടം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. തിരുകേശ വിവാദത്തിൽ കാന്തപുരത്തെ അവരുടെ വേദിയിൽ വെച്ച് തന്നെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ചരിത്രമുള്ള പിണറായി വിജയൻ SNDP വേദിയിൽ മൃദുത്വം പാലിച്ചത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. റിപ്പോർട്ടർ, ആലപ്പുഴ.